യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏത്? റെഡ് ക്രോസ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ജീൻ ഹെൻറി ഡ്യുനന്റ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം എന്നാണ്? മെയ് 8. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന മെയ് 8 ആരുടെ ജന്മദിനമാണ്? ജീൻ ഹെൻറി ഡ്യുനന്റ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡ്യുനന്റ് ജനിച്ചത് എന്നാണ്? 1828 മെയ് 8 ജനീവയിൽ. റെഡ് ക്രോസിൻ്റെ മുഖവാക്യം മാനവികതയുടെ കരുത്ത്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863 ഒക്ടോബർ 29. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യുനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്? സോൾഫെറിനോ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾക്ക് ദൃക്സാക്ഷിയാകേണ്ടി വന്നപ്പോൾ. സോൾഫെറിനോ യുദ്ധം ഏത് വർഷമായിരുന്നു? 1859 ഇറ്റലിയിൽ. ജീൻ ഹെൻറി ഡ്യുനന്റ് സോൾഫെറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം ഏതാണ്? എ മെമ്മറി ഓഫ് സോൾഫെറിനോ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ്? സേവനം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. റെഡ് ക്രോസ് ആപ്തവാക്യം എന്താണ്? ചാരിറ്റി ഇൻ വാർ. ജീൻ ഹെൻറി ഡ്യുനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? 1862. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന? റെഡ് ക്രോസ് 3 തവണ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം വഞ്ചിയൂർ, തിരുവനന്തപുരം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം? 1920. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം എന്താണ്? വെള്ള. വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം. ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചതാരാണ്? ക്ലാര ബർട്ടൺ. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര്? ക്ലാര ബർട്ടൺ. അവശരും വികലാംഗരുമായ ഭടന്മാർക്കു വേണ്ടി റെഡ് ക്രോസ് 1946 നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നതെവിടെ? ബാംഗ്ലൂർ.
ICRC പൂർണ്ണരൂപം എന്താണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. ഫ്രെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കിട്ട റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപകൻ ആര്? ജീൻ ഹെൻറി ഡ്യുനന്റ്. JRC യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൗൺസിലർ. കേരള റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആര്? കേരള ഗവർണർ. ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പഞ്ചാബ്. 1901 പ്രഥമ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് ക്രോസ് സ്ഥാപകൻ ആര്? ഹെൻറി ഡ്യുനന്റ്. മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസൻറ്റ്. ഏത് രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത്? നെതർലാൻഡ്സ്. 1867. ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചത് എന്നാണ്? ബോബർ യുദ്ധകാലത്ത്. 2005 റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം എന്താണ്? റെഡ് ക്രിസ്റ്റൽ. ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം? 1917. YRC പൂർണ്ണരൂപം എന്താണ്? യൂത്ത് റെഡ് ക്രോസ്. ജീൻ ഹെൻറി ഡ്യുനന്റ് അന്തരിച്ചത് എന്നാണ്? 1910 ഒക്ടോബർ 30. 2023 ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ തീം എന്താണ്? നമ്മൾ ചെയ്യുന്നതെല്ലാം ഹൃദയത്തിൽ നിന്നാണ്. ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ തീം ലോകമെമ്പാടുമുള്ള അവിസ്മരണീയമായ പുഞ്ചിരികൾ എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചത് ഏത് വർഷമാണ്? 2018.